കൊച്ചിൻ പോർട്ടിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് ഇത്തവണ കേരളത്തിൽ കൊച്ചിൻ പോർട്ടിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ബ്രാഞ്ചസുകാർക്കാണ് അവസരമുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത്തവണ അവസരം വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുമാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് ഒന്ന് ക്ലാസ് 1 പൊസിഷൻസിലേക്കുള്ളത്, അതിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ ഉണ്ട്, 3 വേക്കൻസീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അവിടെ 2 വേക്കൻസി ഉള്ളത്. അതേപോലെ അക്കൗണ്ട് ഓഫീസർ, അത് നോൺ ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ 2 പോസ്റ്റാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. സിവിലിൽ 3ഉം അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് ബിടെക് പ്ലസ് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ പോസ്റ്റിലേക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്ലാസ് 2 പൊസിഷൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 3 വേക്കൻസീസ് ആണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, അനൗൺസ്ഡ് ആയിട്ടുള്ളത്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലും വന്നിട്ടുണ്ട്, അതിൽ 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രോഗ്രാമർ പോസ്റ്റിൽ 1 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളുടെ നമ്മൾ സാലറി സ്കെയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ സ്കെയിൽ ക്ലാസ് 1 പൊസിഷൻ ആണെങ്കിൽ 50,000 മുതൽ 1,60,000 വരെയാണ്. എന്നാൽ ക്ലാസ് 2 പൊസിഷൻ ആണെങ്കിൽ 40,000 മുതൽ 1,40,000 വരെയാണ്. അതായത് ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് എന്തായാലും ഒരു 80,000 ഒക്കെ എബോവ് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. സോ നല്ല 2 ഓപ്പണിങ്സ് ആണ്. വേക്കൻസീസ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്, കാരണം കേരളത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇതേപോലെ ഒരുപാട് PSUസുകളിലും നിരന്തരം റിക്രൂട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു PSU ലെവൽ പ്രിപ്പറേഷൻ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനേകം എക്സാംസുകൾക്ക് അത് ബെനിഫിറ്റ് ആവും. നമ്മൾ എൻട്രിയുടെ ഒരു PSU ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PSU ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ തുടരുകയാണ്. സോ നമ്മുടെ PSU ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെക്കൊണ്ടിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കേവലം ഈ ഒരു കൊച്ചിൻ ഷിപ്പ് പോർട്ടിലേക്കുള്ള ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാം മാത്രമല്ല, ഒട്ടനേകം എക്സാംസുകൾ ISROയുടെ എക്സാം വരാനിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം PSUസുകളിലേക്കുള്ള നിരവധി എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എലിജിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലും ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ക്ലാസ് 1 പൊസിഷനിലുള്ളത്. അപ്പോൾ അത് ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ AME കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലാസ് 1 പോസ്റ്റിലേക്കുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. അതേപോലെ ക്ലാസ് 2 പോസ്റ്റിലേക്കാണെങ്കിൽ 35 ഇയേഴ്സുമാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ജൂലൈ 10-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇനി ഓഗസ്റ്റ് 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് www.cochinport.gov.in എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലൂടെ, അല്ലെങ്കിൽ കൊച്ചിൻ പോർട്ട് റിക്രൂട്ട്മെന്റ്.info എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അൺറിസർവ്ഡ് കാൻഡിഡേറ്റിന് 500 ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത്, OBC ആണെങ്കിൽ 300. ഓക്കെ, ദെൻ നമ്മളിതിൻ്റെ ഒരു എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്ന് 50 ചോദ്യങ്ങൾ 50 മാർക്കിന് വരുന്നുണ്ട്. 50 മാർക്സ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷനിൽ നിന്നാണ് വരുന്നത്. ദെൻ 15 മാർക്സ് വരുന്നത് റീസണിങ്ങിൽ നിന്ന്, 15 വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന്, 10 മാർക്സ് ജനറൽ അവയർനെസ്സിൽ നിന്ന്, 10 മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന്. ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിൻ്റെ ബ്രേക്ക് ഡൗൺ. അതിൽ മെജോറിറ്റി പോർഷൻസ് 50% വരുന്നത് കോർ സബ്ജക്റ്റാണ്. അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ എന്നുള്ള രീതിയിലായിരിക്കും. അതേപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ ഈ എക്സാംസുകൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കരുത്, ഇത്തരം എക്സാംസുകൾക്ക് അപ്ലൈ ചെയ്യാൻ തീർച്ചയായിട്ടും 1000-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈ എക്സാമിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം പലപ്പോഴും ഈ PSU റിക്രൂട്ട്മെൻറ്റ് ഓരോ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്ന സമയത്തും വേക്കൻസീസ് കുറവാണെന്ന് വിചാരിച്ച് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാതിരിക്കലുണ്ട്. പക്ഷേ ആസ് എ ടോട്ടൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലെ വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതേപോലെ തന്നെ
ONGC വരുന്നുണ്ട്, അതേപോലെ തന്നെ ബെല്ല് വരുന്നുണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വരുന്നുണ്ട്, ISRO വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് വേക്കൻസീസ് PSUസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എൻട്രിയുടെ ഈ ഒരു PSU ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു കൊച്ചിൻ ഷിപ്പോർട്ട് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.